നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് വീണ്ടും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുള്ളിൽ എന്താണുള്ളത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളത്തിലെ എല്ലാവരും. പക്ഷേ അത് പുറത്തുവിടും എന്ന് പറയുന്ന ദിവസങ്ങളിലൊന്നും തന്നെ അത് പുറത്തുവിടുന്നില്ല. മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ലോകമറിയും എന്ന നിലയിലെത്തി നിൽക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ അവസാന നിമിഷം സർക്കാർ അത് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു. ആ ഹർജിയുടെ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് തൽക്കാലം പുറത്തുവിടേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴാണ് വലിയ രീതിയിലുള്ള സംശയം ഉയരുന്നത്. ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തറിയാതിരിക്കാൻ ആഗ്രഹിക്കുന്നതിൽ സർക്കാരാണോ മുന്നിൽ എന്നുള്ള ചോദ്യം ഉയരുന്നു. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ ജിംസ്? അല്ല, താൻ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്തതാണ്, അതുകൊണ്ട് ആ മൊഴി അങ്ങനെ തന്നെയാണോ രേഖപ്പെടുത്തപ്പെട്ടുള്ളത് എന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് രഞ്ജിനി പറയുന്നതിൽ ലോജിക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് നടന്നൊരു മൊഴിയെടുപ്പാണ്. കാരണം വളരെ സെൻസിറ്റീവായ വ്യക്തിപരമായ കാര്യങ്ങൾ, വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അതിലുള്ളതുകൊണ്ട് വളരെ കോൺഫിഡൻഷ്യലായിരിക്കും. ഇത് 4-4.5 വർഷമായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതാണോ പ്രധാനം, അതല്ല ഈ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ ഒരു സർക്കാർ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പുറത്തു വയ്ക്കുന്നതാണോ പ്രധാനം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കാരണം ഈ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പല പ്രശ്നങ്ങളും നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് ആരാണ് ആ പ്രശ്നക്കാർ എന്നുള്ളതായിരിക്കും എന്താ പറയുക, ഒരു കൗതുകം ഉള്ളത്, പൊതുജനത്തിന് കൗതുകം. എന്താ പ്രശ്നം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പല ഘട്ടങ്ങളിൽ അത് മീറ്റുമായിട്ടും അല്ലാതെയും തുറന്നു പറയപ്പെട്ടുള്ളതാണ്. എന്താണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, ഇനി അതിലെ പ്രധാനപ്പെട്ട വില്ലന്മാരാരാണ്, ഈ പ്രമുഖ താരങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള സാധാരണക്കാരുടെ നമ്മുടെയൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ആ ആകാംക്ഷയ്ക്കാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതാകുമ്പോൾ അതിനപ്പുറം വ്യക്തിപരമായ വിവരങ്ങൾ മറച്ചു വെച്ച് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ചാൽ നമ്മളറിയാത്ത ഇനിയും പ്രശ്നങ്ങളുണ്ടോ, അതിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടോ, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സർക്കാർ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം, സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, പീഡനങ്ങൾ ഇത് തടയാൻ വേണ്ടി സർക്കാർ നിയമനിർമ്മാണം വല്ലതും നടത്തിയോ? നിയമനിർമ്മാണം പോട്ടെ, മറ്റെന്തെങ്കിലും ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇപ്പോൾ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റികൾ എല്ലാ സിനിമാ സിറ്റികളിലും ഇപ്പോൾ ഉണ്ടോ? നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറയുന്നത് കേട്ടോ അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളില്ല എന്നൊക്കെ അവർ പറയുന്നത് കേട്ടു. അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടോ? നേരിടുന്ന അത് പരിഹരിക്കാൻ സർക്കാർ എന്താണ് ചെയ്തത്? ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും വേതനത്തിൻ്റെ കാര്യത്തിൽ സിനിമയിൽ വലിയ വിവേചനം നേരിടുന്നു എന്നുള്ള പരാതി പലയിടങ്ങളിലായി ഉയർന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ സർക്കാർ എന്താണ് ചെയ്യുക? ഈ വേതനങ്ങൾ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യുക? അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കിയാണെന്നല്ല, ആ ക്വസ്റ്റ്യൻസിനൊന്നും സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നിരിക്കുകയാണ് ഹൈക്കോടതി വിവരാവകാശ കമ്മീഷൻ അത് അനുവദിക്കുന്നു, പിന്നെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നു. ഹൈക്കോടതി അത് പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ആ പകർപ്പ് പുറത്തുവിടാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ആദ്യം ഹൈക്കോടതി പോയത് ഒരു നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ഒരാളാണ്, സജിമോൻ അങ്ങനെ എന്തോ ആളാണ്. അത് കോടതി തള്ളുന്നു, അത് പുറത്തുവിടാൻ പറയുന്നു. സർക്കാർ ഇന്നത് പുറത്തുവിടും എന്ന് അനൗദ്യോഗികമായ വിവരം മാധ്യമങ്ങൾക്കും അത് അപേക്ഷിച്ച ആളുകൾക്കും കിട്ടുന്നു. അപേക്ഷിച്ച ആളോട് ഇന്ന് കിട്ടുമെന്ന് പറയുന്ന ഒരു പൊടുന്നനെയാണ് ഈ നടി രഞ്ജിനി ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നത്. ഇപ്പോൾ അവരുടെ ആവശ്യം ഇത് കൊടുക്കരുത് എന്ന് പറയുകയോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള നീക്കം സ്റ്റേ ചെയ്യണമെന്നൊന്നുമല്ല അവർ ഹർജി പറയുന്നത്. അവരുടെ ഹർജിയിൽ പറയുന്നത് എന്താണ്? ഇത് എനിക്ക് കാണണം, കൊടുക്കുന്നതിന് മുമ്പ് എനിക്കെന്നറിയണം, ഞാൻ മൊഴി കൊടുത്ത ആളാണ്, ഞാൻ കൊടുത്ത മൊഴി തന്നെയാണോ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ളതെന്ന് എനിക്കറിയണം. അതൊരു ലോജിക്കലും ന്യായമായ ആവശ്യമാണ്. പക്ഷേ നടി രഞ്ജിനിയുടെ ചുമൽ പിടിച്ച് സർക്കാർ എന്ത് ചെയ്യുന്നു? അത് കൊടുക്കണ്ട എന്ന് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ആകെ എനിക്ക് തോന്നുന്നത് ഒരൊറ്റ തൽപരകക്ഷി ഇതിലുള്ളൂ. മറ്റുള്ള തൽപരകക്ഷികൾ രംഗത്തില്ല. രംഗത്ത് വന്ന ഒരേ ഒരു തൽപരകക്ഷി സർക്കാർ മാത്രമാണ്. എന്തെങ്കിലും കാരണം പറഞ്ഞത് എങ്ങനെ കൊടുക്കാതിരിക്കാമെന്നാണ് സർക്കാർ നോക്കുന്നത്. അല്ലെങ്കിൽ രഞ്ജിനി ഇത് ആവശ്യപ്പെട്ടില്ല, കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് സ്റ്റേ ചെയ്യണമെന്ന് പോലും ആവശ്യം അവർക്കില്ല. അതിന്ന് അവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു, എനിക്കിത് സ്റ്റേ ചെയ്യണമെന്നോ അത് കൊടുക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത്, എനിക്കതൊന്ന് കണ്ടിട്ട് പുറത്ത് വിടണം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ആ ഹർജിക്ക് ലോക്കൽ സ്റ്റാൻഡി ഉണ്ടോ എന്നാണ് തിങ്കളാഴ്ച പരിശോധിക്കുക. ഹർജി സ്വീകരിക്കുകയല്ല ചെയ്ത്, ഹർജി തള്ളിക്കളയാം അല്ലെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ തിങ്കളാഴ്ച അത് പരിശോധിക്കും. ഇങ്ങനെ ഒരു ഹർജിക്ക് പ്രസക്തി ഉണ്ടോ എന്നാണ് കോടതി പരിശോധിക്കുക. അവിടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഇതിലെ ഒരേ ഒരു തൽപരകക്ഷിയായ സർക്കാർ 2 വട്ടം അവർ എക്സ്പോസ്ഡ് ആവുകയാണ്. ഞങ്ങളിത് കൊടുക്കില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം, കൊടുക്കേണ്ടതില്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ സർക്കാർ തയ്യാറാവണം. എന്തുകൊണ്ട് സർക്കാർ അത് കൊടുക്കാൻ മടിക്കുന്നു? വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിട്ടും പിന്നീട് ഹൈക്കോടതി പറഞ്ഞിട്ടും അത് വൈകിക്കുന്നു എന്നതിൻ്റെ കാരണം പറയാൻ മന്ത്രി സജി ചെറിയാൻ. ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞല്ലോ, എന്താ ഇത്ര തിടുക്കുന്നു അവർ ചോദിച്ചു. എന്താ ഇത്ര വെപ്രാളം എന്ന് ചോദിക്കുകയാണ്, മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്. വെപ്രാളം നമുക്കല്ലല്ലോ, മാധ്യമങ്ങൾക്ക് വെപ്രാളമില്ല, പൊതുജനത്തിനും വെപ്രാളമില്ല. പൊതുജനം വല്ല സമരം ചെയ്തോ ഇത് പുറത്തു വന്നെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വല്ല പ്രശ്നം ഉണ്ടാക്കി? ഒന്നുമില്ല. വെപ്രാളം സർക്കാരിനാണ്. ഇത് പുറത്തു വന്നാൽ വെപ്രാളപ്പെടുന്ന സർക്കാർ മാത്രമാണ്, അവർ മാത്രമാണ് ഇതിൽ തൽപരകക്ഷി. അതിൻ്റെ കാരണം സർക്കാരിന്
ആരെയൊക്കെയോ പിണക്കാതിരിക്കാൻ ആഗ്രഹമുണ്ട്. ഒന്ന്. രണ്ട്, ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ആ ഇൻഡസ്ട്രിയിൽ നിലവിലുള്ള എന്താണ് പറയുക, ഒരു ഘടന, ആ ഘടന മാറാൻ തന്നെ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അത് സർക്കാരിൻ്റെ ഒരു നയം സ്ത്രീവിരുദ്ധമായതുകൊണ്ടോ അല്ലെങ്കിൽ നടിമാർക്കെതിരായ ഒരു നയം സർക്കാരിനുള്ളതുകൊണ്ടോ അല്ല. ഞാൻ വിചാരിക്കുന്നത് ഈ ബിഗ് ഷോട്ട്സുമായിട്ടുള്ള സർക്കാരിൻ്റെ ബന്ധം, ആ സർക്കാരിനെ നയിക്കുന്നവരുടെ ബന്ധം. മറ്റൊന്ന്, ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ നടന്നു പോകുന്ന ഇൻഡസ്ട്രി നടന്നു പോയിക്കോട്ടെ, അതിൻ്റെ സ്റ്റാറ്റസ് കോ നിലനിന്നോട്ടെ. മുമ്പ് ഞങ്ങൾ കുറേയധികം വിപ്ലവാത്മകമായ മുദ്രാവാക്യങ്ങൾ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും വിളിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു നിലനിൽക്കുന്ന ഒരു ഘടനയെ ഇളക്കേണ്ടതില്ല. അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കും, അത് ചിലപ്പോൾ ഇൻഡസ്ട്രിയെ തകർക്കും. അങ്ങനെയുള്ള ചിന്തകളും ആവാം. അല്ലാതെ ഇതൊരു റവല്യൂഷണറി ആക്ഷനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശുപാർശകൾ നടപ്പാക്കിയാൽ സർക്കാരിന് വലിയ നല്ല പേരുണ്ടാകും. ആ ശുപാർശയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിച്ചാൽ തന്നെ സർക്കാരിന് നല്ല പേരുണ്ടാകും. പക്ഷെ അങ്ങനെ ശ്രമിച്ച് കിട്ടുന്ന നല്ല പേരിനേക്കാൾ ഫലപ്രദവും ഗുണകരവുമാണ് നിലനിൽക്കുന്ന ഘടന അങ്ങനെ തുടർന്നോട്ടെ എന്ന് സർക്കാർ തീരുമാനിക്കുന്ന പിന്നിൽ ഞാൻ വിചാരിക്കുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള സമ്മർദ്ദം, മറ്റൊന്ന് ഈ പറയുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകൾക്ക് ഈ സർക്കാരിലുള്ള സ്വാധീനം, ഇത് രണ്ടും അല്ലാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ ഈ സർക്കാരിനെ നയിക്കുന്നവരോ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയോ സ്ത്രീവിരുദ്ധരാണ്, സ്ത്രീകൾക്കെതിരാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഈ നടിമാർക്കെതിരാണ്, അല്ലെങ്കിൽ ഈ നടിമാരുടെ കോസിന് വേണ്ടി രംഗത്ത് വരുന്ന WCCക്കെതിരാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വിളിക്കുക, ഇതൊരു പിന്തിരിപ്പത്തതരല്ലെന്ന് വെച്ചാൽ ഒരു സംശയവും കൂടാതെ പറയാം, ഇത് പിന്തിരിപ്പത്ത തന്നെയാണ്. കാരണം ഇതൊരു വലിയ സോഷ്യൽ കൺസേൺ ആണ്. അത് എക്സ്പോസ് ആയി കഴിഞ്ഞിട്ടുണ്ട്, പലരായി അത് മുറവിളി കൂട്ടിയിട്ടുണ്ട്, പലരും രംഗത്ത് വന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ ഒരു സർക്കാർ തീരുമാനിക്കുകയാണ് അതിലൊന്നും ചെയ്യേണ്ടതില്ല, അതിൻ്റെ റിപ്പോർട്ട് പോലും പുറത്തു വിടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് പിന്തിരിപ്പത്തരമാണ്. പക്ഷേ അത് ഈ രഞ്ജിനി ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. കാരണം ഇന്ന് രാവിലെ പുറത്തു വിടാനിരുന്ന റിപ്പോർട്ടിന് ഇന്നലെ വൈകിട്ടാണ് അവർ ഹർജി സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം എനിക്ക് അറിയണമെന്ന്, ഞാൻ പറഞ്ഞ മൊഴി തന്നെയാണ് അതിലുള്ളതൊക്കെ. ഇതിന് പലതവണ ഹൈക്കോടതിയിൽ എത്തുകയും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവമാണ്. പക്ഷേ അപ്പോഴൊന്നും ഇവരിതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല. വിവരാവകാശ അപേക്ഷ നൽകിയാൽ അവർക്ക് ലഭിക്കുമായിരുന്ന ഒന്നാണിത്, പക്ഷേ അവരത് സമർപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അവരുടെ ലക്ഷ്യത്തിൽ എന്തോ ഒരു സംശയമില്ലേ? രഞ്ജിനി ഇതിനകത്ത് പങ്കാളിയായ ഒരാളാണ്. അവർ കൊടുത്തിട്ടുള്ള അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തെ നമുക്ക് കണ്ണടച്ച് സംശയിക്കുന്നതിനകത്തൊരു നൈതികതയുടെ പ്രശ്നമുണ്ട്. പക്ഷേ നേരത്തെ നൗഫൽ പറഞ്ഞ പോലെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തൊട്ട് മുൻപാണ് അതിൻ്റെ എതിരാളികൾ പ്രത്യക്ഷപ്പെടുന്നത്. സജിമോൻ എന്ന് പറയുന്ന നമുക്ക് പരിചയമില്ലാത്ത ഒരു നിർമ്മാതാവെന്ന് അവകാശപ്പെടുന്ന നിർമ്മാതാവായ ഒരാൾ വന്ന് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. കോടതി സ്റ്റേ ചെയ്യുന്നു. നിർമ്മാതാക്കളുടെ സംഘടന ഇങ്ങനെ ഒരാളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ രഞ്ജിനി പ്രത്യക്ഷപ്പെടുന്നു. നോക്കൂ നൗഫൽ, ഈ രഞ്ജിനി ഹൈക്കോടതിയിൽ വന്ന് ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന ആവശ്യം ഹൈക്കോടതി പൂർണ്ണമായും പരിഗണിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമുക്കെടുത്ത് പരിശോധിച്ചാൽ ഈ സർക്കാരിന് പുറത്തുവിടുന്നതിന് ഒരു നിയമപരമായ തടസ്സവുമില്ല. പുറത്തുവിടാൻ പാടില്ല, ഞാൻ കാണാതെ, ഞാൻ വായിക്കാതെ, എൻ്റെ സമ്മതമില്ലാതെ പുറത്തുവിടാൻ പാടില്ല എന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ അത് പിന്നീട് പരിഗണിക്കാൻ പോകുന്നേ ഉള്ളൂ കോടതി. എന്ന് വെച്ചാൽ ഇന്ന് പുറത്തുവിടാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ ബാധിക്കുന്ന ഒന്നും നിയമപരമായി സംഭവിച്ചിട്ടില്ല. ഇന്ന് പുറത്തുവിട്ടാൽ സർക്കാരിനൊരു കോടതി ലക്ഷ്യ പ്രശ്നമില്ല. പക്ഷേ സർക്കാർ റിസേർച്ച് ചെയ്ത് കാരണങ്ങൾ കണ്ടെത്തുകയാണ് ഇത് പുറത്തുവിടാതിരിക്കാൻ. സജി ചെറിയാൻ ചോദിക്കുന്നു, എന്താ ഇത്ര തിടുക്കം, എന്താ വെപ്രാളം? അല്ല, തിടുക്കപ്പെട്ടാലുള്ള പ്രശ്നം എന്താണ്? നമുക്ക് തിടുക്കമുണ്ട്. 4 വർഷം മുമ്പ് ഗുരുതരമായ ഒരു വലിയ അക്രമ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട്, ഇവിടുത്തെ ഒരു വലിയ തൊഴിൽ മേഖലയ്ക്കകത്ത് നടക്കുന്ന അന്യായങ്ങൾ എന്താണെന്ന് അറിയാൻ നമുക്ക് തിടുക്കമുണ്ട്. സജി ചെറിയാൻ തിടുക്കം ഉണ്ടാവില്ല. സജി ചെറിയാൻ്റെ ഒരു തിടുക്കമില്ലെന്ന് മാത്രമല്ല, എങ്ങനെ വൈകിപ്പിക്കാം എന്നതിൽ കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സജി ചെറിയാൻ്റെ സർക്കാരും. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തിടുക്കം എന്താണെന്ന ചോദ്യത്തിനകത്ത് ഒരുതരം എന്താണ്, ഞങ്ങൾക്കിത് പുറത്തുവിടാൻ താല്പര്യമില്ല, ഞങ്ങൾക്കൊരു തിടുക്കമില്ല, ഞങ്ങളിത് വൈകിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന സന്ദേശം അതിനകത്തുണ്ട് എന്ന് കാണണം. ഗവൺമെൻറ്റിന് ഇതിന്മേൽ ഒരു നടപടിക്കും താല്പര്യമില്ല. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് അതിനകത്ത് ഈ റിപ്പോർട്ടിൻ്റെ ചില ശകലങ്ങൾ നേരത്തെ പുറത്തു വന്നതിന് ക്രക്സ് എന്താണെന്ന് സംബന്ധിച്ചു. അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിലെ 10-15 പേരുടെ കയ്യിലാണ് മൊത്തം ഇൻഡസ്ട്രി. അവരാണ് എങ്ങോട്ട് പോകണം ഇത് എന്ന് തീരുമാനിക്കുന്നത്. അവരാണ് ആര് വളരണം, ആര് വീഴണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സംഗതികൾ, ക്യാമറ വെച്ച്, ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം ആളുകളെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് അവരുടെ ശുപാർശയിൽ പറഞ്ഞ ഒരു സംഗതി, കേവലമായ ഇടപെടലുകൾ കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ കഴിയില്ല. ഇത് പരിഹരിക്കുന്നതിന് നിയമനിർമ്മാണമാണ് ഏറ്റവും പ്രധാന കാര്യം. അത് ചെയ്യാതെ ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രി നേരിടുന്ന തൊഴിൽ പ്രശ്നങ്ങളെ, ജെൻഡർ ഈക്വാലിറ്റി ഇഷ്യൂസിനെ പരിഹരിക്കാൻ പറ്റില്ല എന്നാണ്. ആ മർമ്മപ്രധാനമായ ശുപാർശ അവിടെ ഉണ്ടായിട്ട് സർക്കാർ ഈ നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്ന് നമ്മൾ കാണണം. അതാണ് നേരത്തെ പറഞ്ഞ കാര്യം. അതായത്
സംഘടിത സ്വഭാവമുള്ള ഒരു ഘടനയും ഡിസ്റ്റേബ് ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. സിനിമയെന്ന് മാത്രമല്ല, അതിപ്പോൾ വർഗീയതയോടായാൽ പോലും അല്ലെങ്കിൽ മതങ്ങളോടായാൽ പോലും എന്തിനോടായാൽ പോലും സംഘടിതമാണെങ്കിൽ അവയോടെല്ലാം കോംപ്രമൈസ് ചെയ്യാം. അവയോടെല്ലാം ഞങ്ങൾ ഈ നവരാഷ്ട്രീയത്തിൻ്റെ വെളിച്ചം എന്നൊക്കെ പറയും. അതിനപ്പുറത്തേക്ക് അതിനെ ഒന്നും ഡിസ്റ്റേബ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് കൊടുക്കാൻ പുതിയ കാലത്ത് സർക്കാർ ഒട്ടുമേ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മുതലാളിയുടെ അധിക ലാഭം എന്ന് പറയുന്നത് ഒരുപാട് അവകാശങ്ങളെ ചവിട്ടിമറിച്ച് ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യമാണത്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് തുല്യമായ വേതനം കൊടുക്കാതിരിക്കുക, സ്ത്രീകൾക്ക് അവകാശം കൊടുക്കാതിരിക്കുക, ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ തൊഴിൽപരമായും വേതനത്തിൻ്റെ പേരിലും ചൂഷണം ചെയ്യുക, അധിക സമയം ജോലി ചെയ്യിപ്പിക്കുക, ഇത്തരം കുറേ അധികം കാര്യങ്ങളാണ് അധിക ലാഭത്തിൻ്റെ വേര് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെല്ലാം നിയന്ത്രണം കൊണ്ടുവരികയും ഇത്ര സമയം ജോലി പാടുള്ളൂ, ഈ തൊഴിൽ സ്ഥലങ്ങളിലെല്ലാം എല്ലാവർക്കും വിശ്രമമുറികളും ശുചിമുറികളും ഉണ്ടാവണം, കംപ്ലയിൻറ്റ് കമ്മിറ്റികൾ ഉണ്ടാവണം, വനിതകൾക്ക് അവരുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനം വേണം എന്നൊക്കെ പറഞ്ഞാൽ മുതലാളിയുടെ ലാഭത്തെ അത് ബാധിക്കും. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു കൊഴുപ്പിനെ അത് ബാധിക്കും. ഇൻഡസ്ട്രിയെ തൊടാൻ ഗവൺമെൻറ്റിന് ആഗ്രഹമില്ല. അതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഒന്നാമത്തെ കാര്യം അത് വ്യവസായ മേഖലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ മേഖലകളിലൊന്ന് സിനിമയാണ്. മറ്റൊന്ന് അതിനകത്ത് നേരത്തെ പറഞ്ഞാൽ ബിഗ് ഷോട്ട്സ് ഉണ്ട്, വൻകിടക്കാർ, സർക്കാരുമായി ബന്ധമുള്ള ആളുകൾ. നമ്മൾ കഴിഞ്ഞ തവണ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ AK ബാലൻ മോഹൻലാലിനുള്ള അദ്ദേഹത്തിൻ്റെ താരാരാധന കൊണ്ട് വിതുമ്പി വീണു പോകുന്നത് നമ്മൾ കണ്ടവരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന ഭയങ്കരമായിരുന്നു. അത് തെറ്റൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവല്ലോ ഈ ഇവരോടൊക്കെയുള്ള സ്നേഹം. മമ്മൂട്ടി അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട താരവും സർക്കാരുമായും റൂളിംഗ് പാർട്ടിയായിട്ടും വളരെ അടുപ്പമുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരുപാട് തരത്തിലുള്ള കണക്ഷൻസ് ഉള്ള ഒരുപാട് പേര് അതിനകത്തുണ്ട്. ഇവരെല്ലാം വിളിച്ചിട്ട് ഇത് പുറത്തു വിടരുതെന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സിനിമാ മേഖലയ്ക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന ഒന്ന്. ഇപ്പോൾ അമ്മയുടെ പ്രതിനിധികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്താണോ പറയുന്നത്, അത് വന്നോട്ടെ, അതിനെക്കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല. അവർക്കൊരു കൺസേണും അതിനെക്കുറിച്ചില്ല. എനിക്ക് അങ്ങനെ ഒരു സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ വരണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്താണോ ഉള്ളത് അതിനടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഇത് മാറ്റാൻ ഞങ്ങളും സഹകരിക്കാം എന്നൊരു പൊസിഷൻ അമ്മയ്ക്കുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് അങ്ങനെ ഒരു പൊസിഷനൊന്നുമില്ല. അത് വരുന്നെങ്കിൽ വന്നോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. നമുക്ക് കാണാം എന്താണ് അവർ ഉള്ളാലെയുള്ള നയം, അവരെന്താണ് ഗവൺമെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ഇതിനകത്ത് വഞ്ചനാപരമായ സമീപനം സംസ്ഥാന സർക്കാർ എടുക്കുന്നു. കാരണം ഇതിനൊക്കെ സാങ്കേതിക ന്യായം പറയാമെങ്കിലും കഴിഞ്ഞ 4 വർഷം ഇത് വെച്ച് വൈകിപ്പിച്ചതിന് അത് പുറത്തു വിടുന്നില്ല, പോട്ടെ, പുറത്തു വിടുന്നില്ലെങ്കിൽ പോലും അതിനകത്ത് ആക്ഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ആക്ഷൻ എടുക്കുന്നതിൽ, നിയമനിർമ്മാണം നടത്തുന്ന കാര്യത്തിൽ സർക്കാരിൻ്റേത് സിനിമയ്ക്കകത്ത് നിൽക്കുന്ന വിവേചനം അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ വഞ്ചനാപരമായ സമീപനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗുരുതര സ്വഭാവമുള്ള റിപ്പോർട്ടെന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി സർക്കാർ അതിന് നല്ല ഭാഗം വെട്ടിയിട്ടുണ്ട്. പേഴ്സണൽ മാറ്റേഴ്സ് ആൻഡ് മറ്റ് ആളുകളെ വ്യക്തിപരമായി ബാധിക്കുന്നതൊക്കെ പറഞ്ഞ് എല്ലാ പ്രധാനപ്പെട്ട സംഗതിയും വെട്ടിയിട്ടാണ്. എന്നിട്ട് കൂടി മീൻസ് ഇനി പുറത്തു വന്നാലും നമുക്ക് ഇതിനു മുമ്പ് നേരത്തെ അജ്മൽ സുഹറിലെ പല മീറ്റു റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ പശ്ചാത്തലമൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന സിനിമയും താരങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. ആൾക്ക് അസസ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അതിനുകൂടി അവസരം ഉണ്ടാവരുതെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീ ശക്തിക്കും സ്ത്രീ അവകാശത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കർശനമായ നടപടിയെടുത്തു. ഇന്ത്യയിൽ ആദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീ പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി എന്നൊക്കെ വലിയ അവകാശം പറയുന്നവർ അതിൻ്റെ ക്ലൈമാക്സ് എന്താണ് എന്നുകൂടി പറയാൻ തരണം. അതുകൊണ്ട് നമ്മൾ ഈ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം സർക്കാരാണ് ഇതിലെ ഒന്നാമത്തെ ഇപ്പോഴത്തെ പ്രതി. നമുക്ക് ചോദിക്കാൻ ഗവൺമെൻറ്റിനോടല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ പോയിട്ട് രഞ്ജിനോട് ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിർമ്മാതാവ് സജിമനോട് ചോദിക്കാൻ പറ്റില്ല. ഗവൺമെൻറ്റിനോടാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ഇതിന്മേൽ എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ പോകുന്നു, ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നു, നിങ്ങൾ എന്തിനാണ് അനാവശ്യ തടസ്സം ഉണ്ടാക്കി ഇപ്പോഴിത് അട്ടത്ത് വെച്ചിരിക്കുന്നത്? എന്നിട്ട് അത് അവകാശമായി ചോദിക്കുന്ന മനുഷ്യരോട് എന്തിനാണ് ഇത്ര ധൃതി എന്ന പരിഹാസവാചകം ചൊരിയുന്നു സജി ചെറിയാൻ പലപ്പോഴായി നടത്തിയിട്ടുള്ള പരിധി വിട്ട സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒന്നായിട്ടാണ് ഇന്നത്തേതും കൂടി കാണേണ്ടതെന്നാണ് ഞാൻ പറയാം. യെസ്, ഏതായാലും സർക്കാർ ഇന്ന് പുറത്തുവിടില്ല എന്ന് പറയുമ്പോഴും അത് എപ്പോൾ പുറത്തുവിടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇനി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ച് അത് തീർപ്പാക്കിയതിന് ശേഷം മാത്രമാകും എന്നാണ് നമ്മൾ കരുതുന്നത്.